മുത്തുനബിയുടെ ഘനഗഹനമായ വ്യക്തിവൈശിഷ്ട്യങ്ങൾ രുചിച്ചറിഞ്ഞ അന്വേഷണ കുതകികളെല്ലാം ആ വ്യക്തിപ്രഭാവത്തിന്റെ ജനനാനുബന്ധ സംഭവ വികാസങ്ങളിലും അവിടുത്തെ ജീവിത വിലാസങ്ങളിലും ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന മുജാഹിദ് തണ്ടുതുരപ്പന്മാർ പറയുന്നു, നബിയുടെ ജന്മദിനത്തിന് ഒരു കടുകുമണിയുടെ പുണ്യം പോലുമില്ലെന്ന്. ഞാൻ വളരെ ലളിതമായി, ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു, അതിന്റെ പുണ്യം പോലുമില്ല നബിദിനത്തിന്. ഒന്നുകൂടെ പറയാം. ഒരു ചെറിയ കല്ല് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലും ഇല്ല ജന്മദിനത്തിന്, റസൂലിന്റെ ജന്മദിനത്തിന്. ഇനി ഒന്നുകൂടെ ക്ലിയറായി പറയാം, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലുമില്ല. മനസ്സിലായോ? ഒരാളെ നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലുമില്ല. ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല. ഇനി അതിൽ ചെറുതായിട്ട് എന്തേ അതും ഒരു കടുകുമണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മ ഉണ്ടല്ലോ, അത്ര പോലും പുണ്യമില്ല നബിയുടെ ജന്മദിനത്തിന് ഇസ്ലാമിൽ. ഏത് ഇസ്ലാമിലാണോ നിങ്ങളുടെ മുത്തപ്പന്മാരായ കെ എം മൗലവിക്ക് തിരിയാത്ത ഇസ്ലാം? കെ എം മൗലവി ജന്മദിനം നടത്തിയില്ലേ? റബീഉൽ അവ്വലിന് ജന്മദിനം മദ്രസയിൽ നടത്തിയെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ചരിത്ര ബുക്കിൽ എഴുതിയിട്ടില്ലേ? അന്ന് നിങ്ങളുടെ മതം എവിടെ പോയിരുന്നു? ഇടക്കൂടി ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരന് പത്രമുണ്ട്, മാധ്യമം. ആറ്റുകാൽ പൊങ്കാല എഴുതിയ തൗഹീദ് തെറിക്കൂല, ഓണം എഴുതിയ തൗഹീദ് തെറിക്കൂല, ഇനി ശബരിമലയിലെ ഉത്സവം എഴുതിയാലും തൗഹീദ് നിലനിലാറില്ല. ഇന്ന് നബിദിനമാണെന്ന് എഴുതിയാൽ മാധ്യമക്കാരന്റെ തൗഹീദ് തെറിക്കും. എവിടുന്ന് കിട്ടിയ തൗഹീദാണ്? ലോകത്ത് സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമേതാണ്? നബിദിനങ്ങൾ ജീവിച്ച ദിവസങ്ങളാണ്. والملأ الملائك حوله جبريل رواه بها غداء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുമ്പോൾ ലോകം മുഴുവൻ പ്രദീപ്തമാകുന്നു. രാവിലെയും വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, മലായികത്ത് സന്തോഷിക്കുന്നു. അങ്ങനത്തെ ദിവസമാണ് കേട്ടോ. ലോകം മുഴുവനും സന്തോഷിച്ചു പോയി, സ്വർഗം അലങ്കരിക്കപ്പെട്ടു പോയി, ലോകത്തുള്ള ബിംബാരാധകരുടെ ബിംബങ്ങൾ മറിഞ്ഞുപോയി. ഇതൊക്കെ ഇമാമിയങ്ങൾ അടയാളപ്പെടുത്തി.